കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചത് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. നിയമപ്രകാരമാണ് ഡിസ്റ്റിലറി അനുവദിച്ചതെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. ഇതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. പാലക്കാട് ജില്ലയിലെ കഞ്ഞിക്കോട് ഒയാസിസിന് മന്ത്രിസഭാ യോഗം ബ്രൂവറി അനുവദിച്ച തീരുമാനം വൻ അഴിമതിയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മദ്യനിർമ്മാണശാല അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. അതേസമയം അനുമതിക്ക് പിന്നിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ അറിഞ്ഞിട്ടാണോ എന്ന് അവർ പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിച്ചു കൊടുത്ത് വൻതോതിലുള്ള കൊള്ള ഈ ഗവൺമെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് രംഗത്തെത്തി. ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കമ്പനിക്ക് ലൈസൻസ് അനുവദിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതിയും നൽകിയിട്ടുള്ളത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണത്തിനായാണ് അനുമതി. ഇത് സംസ്ഥാനത്തിന്റെ മദ്യനയത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു, എല്ലാ പരിശോധനകളും നടത്തി, അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിനും ഡീസലിനും 25% വരെ എത്തനോൾ ബ്ലെൻഡിങ് 2025 ആകുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.